എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന നിയമവിധേയമാകുന്നു. സമാധാനത്തിലേക്കുള്ള വഴിത്തിരിവോ? സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചോദ്യമാണ്. ആഗസ്റ്റ് സിനഡിൽ ആദ്യപടിയായി എറണാകുളത്ത് പുതിയ മെത്രാന്മാർ വരുന്നുവത്രേ. കഴിഞ്ഞ കുറച്ചു കാലമായി കത്തോലിക്ക സഭയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിവെച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ഒടുവിൽ ഒരു അനുരഞ്ജന പാതയിലേക്ക് നീങ്ങുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ജനാഭിമുഖ കുർബാന നിയമവിധേയമാക്കാനുള്ള നിർണായക നീക്കങ്ങൾ സഭയ്ക്കുള്ളിൽ സജീവമായി കഴിഞ്ഞു എന്നാണ് സോഷ്യൽ മീഡിയയിൽ കണ്ട കുറിപ്പിൽ പറയുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ ആരാധനാക്രമ തർക്കം സഭയുടെ ആത്മീയ കൂട്ടായ്മയെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. എറണാകുളം അതിരൂപതയിൽ ഏതൊരു വിധത്തിലും ജനാഭിമുഖ കുർബാന അല്ലാതെ മറ്റൊന്നും അനുവദിക്കില്ല എന്ന മഹാഭൂരിപക്ഷം വിശ്വാസികളുടെയും മുഴുവൻ വൈദികരുടെയും സന്യസ്തരുടെയും ഉറച്ച തീരുമാനമാണ് സഭയെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒടുവിൽ വത്തിക്കാന്റെയും സഭാ നേതൃത്വത്തിന്റെയും നേരിട്ടുള്ള ഇടപെടലുകളിലൂടെയും ചർച്ചകളിലൂടെയും സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പൂർണ്ണമായും സിനഡ് കുർബാനയിലേക്ക് പെട്ടെന്ന് മാറുക എന്നതിലുപരി ജനങ്ങളുടെയും വൈദികരുടെയും വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ജനാഭിമുഖ കുർബാനയ്ക്ക് കൃത്യമായ അനുമതി നൽകുന്ന രീതിയിലുള്ള വിട്ടുവീഴ്ചകളാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് ഈ മാറ്റം എന്ന് ചിന്തിക്കുന്ന വിശ്വാസികളുണ്ട്. വിശ്വാസികളുടെ വികാരം മാനിക്കപ്പെടുന്നുവെന്നതാണ് ഒരു കാര്യം. മഹാഭൂരിപക്ഷം വിശ്വാസികളും വൈദികരും പതിറ്റാണ്ടുകളായി അർപ്പിച്ചു പോരുന്ന ജനാഭിമുഖ കുർബാനയോടുള്ള തങ്ങളുടെ ആത്മീയമായ അടുപ്പം ഉയർത്തിപ്പിടിച്ചിരുന്നു. ഈ വികാരത്തെ തള്ളിക്കളയാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം സഭാ നേതൃത്വം തിരിച്ചറിയുന്നു. സഭയിലെ ഐക്യവും സമാധാനവും, സഭയ്ക്കുള്ളിലെ ചേരിതിരിവുകൾ അവസാനിപ്പിച്ച് സമാധാനാന്തരീക്ഷം വീണ്ടെടുക്കാൻ ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അത്യന്താപേക്ഷിതമാണ്. ഇതിന്റെ പരിഹാരത്തിലേക്ക് നയിച്ച ചർച്ചകൾ പലതായിരുന്നു. എറണാകുളം പ്രശ്നത്തെ യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കാൻ സഭ തീരുമാനിച്ചു. കടുത്ത നിലപാടുകളിൽ നിന്ന് ഇരു വിഭാഗങ്ങളും അല്പം പിന്നോട്ട് പോയി. പരസ്പര ബഹുമാനത്തോടെയുള്ള ഒരു മധ്യവർത്തി പാത കണ്ടെത്താൻ കഴിഞ്ഞതാണ് ഈ ശുഭസൂചനയ്ക്ക് പിന്നിൽ. സഭ എന്നത് നിയമങ്ങളുടെ കൂട്ടം മാത്രമല്ല, പരസ്പരം സ്നേഹിക്കുന്ന പ്രത്യാശയുള്ള ഒരു കൂട്ടായ്മയാണ്. അവിടെ വിശ്വാസികളുടെ ആത്മീയമായ ആഗ്രഹങ്ങൾക്ക് സ്ഥാനം നൽകുന്നത് സഭയുടെ ദൗത്യത്തെ കൂടുതൽ ശക്തമാക്കും. ഈ പുതിയ മാറ്റങ്ങൾ കേവലം ഒരു തർക്കപരിഹാരം എന്നതിലുപരി ഭിന്നതകൾക്കിടയിലും ഒരുമിച്ച് പോകാൻ സാധിക്കുമെന്ന വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനായുള്ള ഔദ്യോഗിക നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും സഭാ അധികാരികളിൽ നിന്നും ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്.